ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കൊന്നതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. ഇനി നീ ആടി തകർക്കാൻ തീരുമാനിച്ച നിന്റെ കൊല എന്റെ കണക്കിലായിരിക്കും. മടിക്കില്ല ഞാൻ ജീവിച്ചു തുടങ്ങിയ കാലം മുതല് നിങ്ങൾ എന്നോടും അഖിൽ സാറിനോടും ചെയ്ത കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ഞാനതൊക്കെ സഹിച്ചു. അതെന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ മോള് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരിടത്ത് ഉണ്ടായിരിക്കും എന്നുള്ള എന്റെ വിശ്വാസമാ. നാണമില്ല ഐശ്വര്യ നിനക്ക്? ഇത്രയും കാലം ശ്യാമ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ചെലവാക്കിയില്ലേ? നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് കിടന്നുറങ്ങുമ്പോ മകളെ ഓർത്ത് വിഷമിച്ച് ഒരു മൂലക്കിരുന്ന് കരയായിരുന്നില്ലേ ഈ പാവം? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ? പാട്ടുപാടാൻ മാത്രം അറിയാവുന്നൊരു വിഡ്ഢിയായ പെണ്ണ് മാത്രമാണ് ഞാനെന്നോ? നിങ്ങളിപ്പോ ഉപദ്രവിക്കാൻ ശ്രമിച്ചതേ എന്റെ മോളെയാ. അവൾക്കൊരു പോറലെങ്കിലും ഏറ്റാ. എന്നെ ചതിച്ച് നീ വാരി കൂട്ടിയതില് ഒരു തരി പോലും അനുഭവിക്കാൻ ഞാൻ നിന്നെ വിടില്ല. എല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതുവഴി മടങ്ങിക്കോണം. അല്ലെങ്കിൽ ഒരു അമ്മയുടെ പക എന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരും. മനസ്സിലായോടി? എന്താടി നീ നിന്റെ കൊച്ചമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണോ? നീ ആരാണ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവളുണ്ടല്ലോ ഈ ഐശ്വര്യ, ഇവൾക്ക് കഷ്ടപ്പെട്ട മാത്രം കിട്ടുന്ന കൂട്ടാളികളാ നിന്നെ പോലുള്ളവര്. പക്ഷെ എനിക്കോ എന്റെ മകൾക്കോ സുരക്ഷിതത്വം വേണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ നിന്നെ പോലുള്ള ആയിരങ്ങൾ വന്ന് കാവൽ കിടക്കും. നീ കൊന്നതിന്റെ കണക്ക് എന്റെ കയ്യിലുണ്ട്. ഇനി നീ ആടി തകർക്കാൻ തീരുമാനിച്ച നിന്റെ കൊല എന്റെ കണക്കിലായിരിക്കും. മടിക്കില്ല ഞാൻ. എടുത്തി പോവാം. ശ്യാമ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അവളുടെ വാക്ക് കേട്ട് ഞാൻ എല്ലാം നിർത്തണം. അവൾക്കും മകൾക്കും എല്ലാം വിട്ടുകൊടുക്കണം. പിന്നെ ഈ ഐശ്വര്യയുടെ ആവശ്യം എന്താ? നീ നോക്കിക്കോ സോണിയ, ഇനി മുതൽ ഞാൻ ശ്യാമയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നവളല്ല. അവളെയും മോളെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നവളാ. അവൾ അവളുടെ മകളെ സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. അഖിലിന്റെ മൃതശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞതുപോലെ രാധികയുടെ ശവത്തിന് മുമ്പിൽ അവള് നിന്ന് കരയുന്നത് എനിക്ക് കാണണം.
മ്യൂസിക് ഡയറക്ടർ കൃഷ്ണപ്രസാദ് സാറ്. സാറ് സ്റ്റുഡിയോയിലുണ്ട്, കയറി കണ്ടോളൂ. ഹായ് പ്രിയങ്ക. ഹായ് സർ. വരൂ, നമുക്ക് സ്റ്റുഡിയോയിലകത്തിരിക്കാം. കുഴപ്പമില്ല സർ. സത്യത്തിൽ പ്രിയങ്ക കാണണമെന്ന് പറഞ്ഞപ്പോ എനിക്കതൊരു സർപ്രൈസ് ആയിരുന്നു. എന്തിനാ സർ സർപ്രൈസ്? സാറ് ചെയ്ത പാട്ടിനെ കുറിച്ച് ഗംഭീര അഭിപ്രായമായിരുന്നു. എങ്കിൽ പിന്നെ സാറിനെ നേരിട്ടൊന്ന് കാണണം, കൺഗ്രാചുലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഓ താങ്ക് യു. പ്രിയങ്കയുടെ ആദ്യത്തെ മൂവിയല്ലേ? അതെ സർ. സ്റ്റോറി ഞാൻ കേട്ടതാ, ഗംഭീര മൂവിയാണ്. എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഇത് കയറി കൊളുത്താൻ സകല സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. പിന്നെ ആ പാട്ട് പാടിയ കുട്ടിയുണ്ടല്ലോ, രാധിക, പ്രിയങ്കയുടെ സിസ്റ്ററാന്നാ പറഞ്ഞത്. ഡയറക്റ്റ് സിസ്റ്റർ തന്നെയാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കല്ല്. ആ കുട്ടി ശ്യാമ മേഡത്തിന്റെ അതേ രൂപമാണ്. ശബ്ദവും ഏറെക്കുറെ ശ്യാമ മേഡത്തോട് സാമ്യമുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഐ മീൻ, ശ്യാമ മേഡത്തിന്റെ സഹോദരിയുടെ മകളോ അങ്ങനെ എന്തെങ്കിലും? ഏയ് ഇല്ലില്ലില്ല. ചേച്ചിക്ക് ശ്യാമ മാഡത്തിനോടുള്ള സാമ്യം എല്ലാവരും പറയുന്നതാ. ചിലപ്പോ ശ്യാമ മാഡം അത് അറിഞ്ഞുകൊണ്ടായിരിക്കാം ചേച്ചി പ്രമോട്ട് ചെയ്തത്. മേ ബി ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമയിൽ വലിയൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. അത് ഈ സിനിമയായിരിക്കും തീരുമാനിക്കുന്നത്. പിന്നെ ആ രാധികയുടെ കാര്യം, ഞാൻ 1-2 തമിഴ് മ്യൂസിക് ഡയറക്ടേഴ്സിന് രാധികയുടെ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. അവർ ഇൻട്രസ്റ്റഡ് ആണ്. ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. ഒരു ചിത്രം കൊണ്ട് ഇൻഡസ്ട്രി കീഴടക്കിയെന്ന് ന്യൂസ് വരുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ചേച്ചിക്ക് അങ്ങനെ ഒരു നല്ല കാര്യം വന്നാ എനിക്ക് സന്തോഷല്ലേ സർ. എന്നാ പിന്നെ ഞാൻ പോട്ടെ സർ. നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതല്ലേ, വേണമെങ്കിൽ ഒരു കോഫി ആവാം. പിന്നൊരിക്കലാവാം സർ. എനിക്കിപ്പോ അല്പം തിരക്കുണ്ട്. ശരി, ആയിക്കോട്ടെ.